ഗുരുവായൂർ നഗരസഭ വികസന സദസ്സ് ശനിയാഴ്ച നടക്കുമെന്ന് ചെയർമാൻ എം കൃഷ്ണദാസ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ടൗൺഹാളിൽ രാവിലെ 11-ന് മന്ത്രി എം.പി. രാജേഷ് ഉദ്ഘാടനം ചെയ്യും. N.K. അക്ബർ എം.എൽ.എ. അധ്യക്ഷത വഹിക്കും. മുരളി പെരുന്നെല്ലി എം.എൽ.എ. മുഖ്യാതിഥിയാകും. കളക്ടർ അർജുൻ പാണ്ഡ്യൻ, മുൻ എം.എൽ.എ. കെ.വി. അബ്ദുൽ ഖാദർ, ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി.കെ. വിജയൻ എന്നിവർ വിശിഷ്ടാതിഥികളാകും. തുടരുന്ന വികസനം, വളരുന്ന ഗുരുവായൂർ എന്ന ലക്ഷ്യത്തോടെയാണ് സദസ്സ് സംഘടിപ്പിക്കുന്നതെന്ന് ചെയർമാൻ പറഞ്ഞു. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ, അതുപോലെ തന്നെ നഗരസഭകളുടെ ഇടപെടൽ, ഇതിൻ്റെ എല്ലാം ഭാഗമായി നടത്തിയ പ്രവർത്തനങ്ങൾ ഇതെല്ലാം ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ, അതിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളുടെ അഭിപ്രായം സ്വീകരിക്കാൻ പുതിയ നഗരസഭ ചുമതലയേൽക്കുന്ന ആളുകൾക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന നിർദ്ദേശം സമർപ്പിക്കാനും ഒക്കെ കഴിയാവുന്ന വിധം ഒരു വികസന സദസ്സ് സംഘടിപ്പിക്കണമെന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. മറ്റന്നാൾ കാലത്ത് 11 മണിക്കാണ് വികസന സദസ്സ്. 9 മണിക്ക് തന്നെ വികസന സദസ്സ് തുടങ്ങും. അതിൻ്റെ രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങും. ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം.പി. രാജേഷ് ഗുരുവായൂർ നഗരസഭയുടെ വികസന സദസ്സ് ഉദ്ഘാടനം ചെയ്യും. നമ്മുടെ എം.എൽ.എമാർ, മുൻ എം.എൽ.എ, ബഹുമാനായ ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ ആ പരിപാടിയിൽ പങ്കെടുക്കും. എല്ലാ വിഭാഗം ജനങ്ങളുടെ അഭിപ്രായം കേട്ടിട്ടാണ് ഇതുവരെ നഗരസഭാ കൗൺസിൽ പ്രവർത്തിച്ചത്. നാടിൻ്റെ ആവശ്യം ജനങ്ങളിൽ നിന്നും ആരാഞ്ഞിട്ടാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പദ്ധതി തയ്യാറാക്കിയത്. അതെല്ലാം വിജയകരമായി പൂർത്തിയാക്കാൻ സാധിച്ചു എന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഒരുപക്ഷെ കേരളത്തിലെ മറ്റൊരു നഗരസഭയ്ക്കും ലഭിക്കാത്ത ഒരുപാട് അംഗീകാരങ്ങൾ ഗുരുവായൂർ നഗരസഭയെ തേടിയെത്തിയത്. വൈസ് ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ A.M. ഷഫീർ, ശൈലജ സുധൻ, ബിന്ദു അജിത് കുമാർ, A.S. മനോജ്, A. സായിനാഥൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു.